23 വയസ്സിൽ 17 കേസുകളിൽ പ്രതിയായ യുവാവ് അടുത്ത കേസിൽ വീണ്ടും പോലീസിന്റെ പിടിയിലായി. കോട്ടയം പുതുപ്പള്ളി തച്ചുകുന്ന സ്വദേശിയായിട്ടുള്ള ദീപു എം പ്രദീപിനെയാണ് മണർകാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വകാര്യ ബസിന്റെ പിൻഭാഗത്തെ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ച കേസിലാണ് ഇയാൾ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 11-ാം തീയതിയാണ് ഈ കേസിനാസ്പദമായ സംഭവമുണ്ടാകുന്നത്. കോട്ടയം പാലാ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ഹോൺ മുഴക്കിയത് ഈ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന പ്രതികൾക്ക് ഇഷ്ടപ്പെടാതിരുന്നതിനെ തുടർന്ന് ഇവർ ബസിന്റെ പിൻഭാഗത്തെ ഗ്ലാസ് എറിഞ്ഞുടയ്ക്കുകയായിരുന്നു. ഈ സംഭവത്തിലെ 2-ാം പ്രതിയായിട്ടുള്ള അനന്തനെ അന്ന് തന്നെ മണർകാട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തതാണ്. ഈ കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള ദീപു അന്ന് തന്നെ ഒളിവിൽ പോയതാണ്. ഇയാൾ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഇന്നലെ കിടങ്ങൂർ പാതുവയിൽ നിന്ന് അതിസാഹസികമായി മണർകാട് പോലീസ് ഇയാളെ പിടികൂടിയത്. മോഷണവും ലഹരിക്കടത്തും അടക്കം 17 കേസുകളിലെ പ്രതിയാണ് ദീപു എം പ്രദീപ്. ഈ മാസം 11-ാം തീയതി നമ്മുടെ കോട്ടയം പാലാ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഒരു സ്വകാര്യ ബസ്സിൽ 2 ചെറുപ്പക്കാർ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുകയും പുറകെ പോയി ബസ്സിൻ്റെ ചില്ലടിച്ച് പൊട്ടിച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്ക് ഭീതി പടർത്തുന്ന രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിൻ്റെ അടുത്ത് ഒരു കേസ് മണർകാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. അതിലെ 2-ാം പ്രതിയെ അന്നേ ദിവസം തന്നെ നമ്മൾ അറസ്റ്റ് ചെയ്തിരുന്നു. അയാൾ മണർകാട് പോലീസ് സ്റ്റേഷനിൽ ഒരു ആൻറ്റി സോഷ്യലാണ്. 5ഓളം കേസുകളിലെ പ്രതിയാണ്. 1-ാം പ്രതിയായിട്ടുള്ള ദീപു എം പ്രദീപ് എന്ന് പറയുന്ന ആൾ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ആൻറ്റി സോഷ്യൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ്. നിരവധി കേസുകൾ കോട്ടയം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലുണ്ട്. മോഷണ കേസുകൾ, കഞ്ചാവ് കടത്ത്, അതുപോലെ എക്സൈസിൻ്റെ കേസുകൾ ഉൾപ്പെടെയുള്ള കേസിലെ പ്രതിയാണ്. അയാൾ ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയിരുന്നു. ഇന്നലെ കിടങ്ങൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ പാതുവ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ പോലീസ് പാർട്ടി അയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. പോലീസിനെ കണ്ടപ്പോൾ അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നമ്മൾ പുറകെ പോയി ബലം പ്രയോഗിച്ച് അയാളെ കീഴടക്കി ഇന്നലെ രാത്രിയിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പൊതുജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഈ ആൻറ്റി സോഷ്യൽ എലമെൻസുകൾക്കെതിരെ ശക്തമായ നടപടികളാണ് ജില്ലയിൽ നടന്നു വരുന്നത്. തുടർന്നും മണർകാട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ആൻറ്റി സോഷ്യൽ എലമെൻറ്റുകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. 1-ാം പ്രതിയായിട്ടുള്ള ദീപു എം പ്രദീപ് എന്ന് പറയുന്ന ആൾക്ക് 23 വയസ്സും അനന്തൻ എന്നയാൾക്ക് 22 വയസ്സുമാണ് പ്രായമുള്ളത്. ഈ പ്രായത്തിനിടയിലാണ് ഇത്രയും ഈ 1-ാം പ്രതിയായിട്ടുള്ള ദീപു 17ഓളം കേസുകളിൽ പ്രതിയാണ്. അയാൾക്കെതിരെ സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ടുള്ള രീതി അങ്ങനെയാണ്. പോലീസിനെ കാണുമ്പോഴത്തേക്കും ഓടി രക്ഷപ്പെടുന്ന രീതി. ഇന്നലെയും പോലീസ് എന്ന സമയത്ത് ഓടിയായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്ത് ചെന്ന് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർവീസ് നടത്തി വന്ന ബസ് ഈ ചെറുപ്പക്കാർ യാത്ര ചെയ്ത് വന്ന ബൈക്കിനെ ഓവർടേക്ക് ചെയ്യാൻ ഹോൺ അടിച്ചെന്നുള്ളൊരു വിരോധം അവർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അതെ. കിടങ്ങൂർ പാതുവയിൽ നിന്ന് മണർകാട് പോലീസ് പിടികൂടിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കോട്ടയം മണർകാട് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.